നമസ്കാരം പ്രിയമുള്ളവരെ. ഹിന്ദ് റജബ് എന്ന കുട്ടി ഫലസ്തീനിൽ ഇസ്രായേലി പട്ടാളക്കാരുടെ ക്രൂരതയാൽ കൊല ചെയ്യപ്പെട്ട 4 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഫൗണ്ടേഷൻ അത് ഇസ്രായേലി പട്ടാളക്കാരെ സംബന്ധിച്ച് വലിയ തലവേദനയാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് ഗസയിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട്, യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഈ കെട്ടിടങ്ങൾ ബോംബ് വെച്ച് തകർക്കുകയും ആളുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ ബോംബ് വെച്ച് തകർക്കുകയും ആളുകളെ മൃഗീയമായി കൊല ചെയ്യുകയൊക്കെ ചെയ്തതിനു ശേഷം ഒന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് IDF പട്ടാളക്കാർ, ഈ ഇസ്രായേലി പട്ടാളക്കാർ വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പട്ടായയിലും അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു ഏർപ്പാടുണ്ട്. ആ പട്ടാളക്കാർക്ക് ഇപ്പോൾ കഴുത്തിൽ കുടുക്കു വീഴുന്നു ഈ ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ മൂലം എന്നൊരു വാർത്തയാണ് മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ഒട്ടനവധി രാജ്യങ്ങളിൽ ഈ ഹിന്ദ് റജബ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകരുണ്ട്. ഫലസ്തീനി കുട്ടിയുടെ പേരിലുള്ളതാണ് ഈ സംഘടന. അതായത് ഇസ്രായേലി ക്രൂരതയിൽ ഫലസ്തീനിൽ പൊലിഞ്ഞു വീണ, ഗസയിൽ പൊലിഞ്ഞു വീണ ഒരു കുട്ടിയുടെ പേരിലുള്ളതാണ് ഈ സംഘടന. ഈ സംഘടനയുടെ പ്രവർത്തകർ ഇസ്രായേലിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി, ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി ഗസയിൽ പാവപ്പെട്ട ആളുകളെ, കുട്ടികളെ കൊലാകൊല ചെയ്തിട്ട് വംശീയ ഉന്മൂലീകരണം നടത്തിയിട്ട് അടിച്ചു പൊളിക്കുവാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ എത്തുന്ന ഇസ്രായേലി പട്ടാളക്കാരെ അവിടെ ഈ ഫലസ്തീനിൽ നടത്തിയ വംശഹത്യയുടെ പേരിൽ നിയമക്കുരുക്കിൽപ്പെടുത്തുന്നു എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ലോകത്തെല്ലാ ഭാഗത്തും ഹിന്ദ് റജബിൻ്റെ പ്രവർത്തകരുണ്ട് എന്നത് വലിയ വാസ്തവമാണ്. നേരത്തെ ശ്രീലങ്കയിലും അതുപോലെ ബ്രസീലിലും ഒക്കെ ഈ ഹിന്ദ് റജബിൻ്റെ പ്രവർത്തകർ അവിടെ എത്തിയ ഇസ്രായേലി പട്ടാളക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവിടെ കോടതികളിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഈ ഗസയിൽ നടത്തിയ മനുഷ്യ നരനായാട്ടിനെതിരായിട്ട്. അങ്ങനെ ഒരുപാട് പട്ടാളക്കാർ അതാത് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രസീലിലും സ്പെയിനിലും ശ്രീലങ്കയിലും ഒക്കെ വിചാരണ നേടേണ്ട അവസ്ഥ എത്തിയിരുന്നു. മിക്കപ്പോഴും അവരെയൊക്കെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധികൾ ഇടപെട്ട് രക്ഷപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ പെറുവിൽ ഇതുപോലെ ഒരു സൈനികൻ അകപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ജൂലിയസ് ഗോൺസാൽവേസ് എന്ന് പറയുന്ന പെറുവിലെ ഒരു സാമൂഹിക മനുഷ്യാവകാശ പ്രവർത്തകൻ, അവിടെ ഒരു ഇസ്രായേലി സൈനികൻ എത്തിയതായി അറിഞ്ഞ് അയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഈ എത്തിയ സൈനികന്റെ പേരും വിവരങ്ങളും ഒന്നും പുറത്തുവിട്ടില്ല. പക്ഷെ അയാളുടെ സോഷ്യൽ മീഡിയയിൽ ഗസയിലെ ഒരു പാർപ്പിട സ്ഥലം, സമുച്ചയം, ആളുകൾ താമസിക്കുന്ന ഒരു സമുച്ചയം, അതിൽ ബോംബ് വെച്ച് തകർക്കുന്ന വീഡിയോ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് തെളിവായി കൊടുത്തുകൊണ്ടാണ് ഈ ഗോൺസാൽവേസ് എന്ന് പറയുന്ന പെറുവിലെ സാമൂഹിക പ്രവർത്തകൻ ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇയാൾ പെറുവിൽ ഇപ്പോൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട വിചാരണ നേടേണ്ടി വരും എന്നൊരു വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കണം. അതായത് ലോകത്തെല്ലാ ഭാഗത്തുമുള്ള മനുഷ്യ അവകാശ പ്രവർത്തകർ, മനുഷ്യസ്നേഹികളൊക്കെ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നു എന്നത് ഗസയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്നത് ഈ അവസരത്തിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.